Hello dear students, in this video we study a theorem on Euler graph. This is the third theorem in second module. Statement of the theorem is a connected graph G is an Euler graph if and only if it can be decomposed into circuits. A connected graph G is an Euler graph if and only if it can be decomposed into സർക്യൂട്ട്സ്. നമ്മൾ കണക്റ്റഡ് ഗ്രാഫ് ഓയിലർ ഗ്രാഫ് ആകാനുള്ള അനദർ ഇഫ് ആൻഡ് റിലീഫ് കണ്ടീഷനും പഠിച്ചായിരുന്നു. എവരി വെർട്ടെക്സ് ഇസ് ഓഫ് ഈവൻ ഡിഗ്രി ആയിരിക്കണം. ഇവിടെ എന്താണ് പറയുന്നത്? ഈ കണക്റ്റഡ് ഗ്രാഫ് ഓയിലർ ഗ്രാഫ് ആവും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ക്യാൻ ബി ഡീകമ്പോസ്ഡ് ഇൻ ടു സർക്യൂട്ട്. ആ ഗ്രാഫിന് എന്ത് ചെയ്യാൻ പറ്റും? സർക്യൂട്ട്സ് ആക്കി ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. ഡീകമ്പോസിഷൻ ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്. ഡീകമ്പോസിഷൻ ഈസ് ദ കളക്ഷൻ ഓഫ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്. എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ്. എഡ്ജ് ഡിസ്ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ 2 ഗ്രാഫ്സ് എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ സപ്പോസ് ദിസ് ഈസ് എ ഗ്രാഫ്, ദെൻ ഇറ്റ്സ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ് ആർ ദിസ്. അപ്പം ഇതിനെ നമുക്ക് ഈ ഗ്രാഫിൻ്റെ ഡീകമ്പോസിഷൻ എന്ന് പറയാം. അപ്പം ഒരു കണക്റ്റഡ് ഗ്രാഫ് ഓയിലർ ഗ്രാഫ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ആ ഗ്രാഫിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്യൂട്ടാക്കി ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ സബ് ഗ്രാഫുകളും എന്തായിരിക്കും? സർക്യൂട്ട്സ് ആയിരിക്കും. ഓക്കെ, നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. സോ നമുക്കതിൻ്റെ ഇഫ് പാർട്ടും ഒൺലി ഇഫ് പാർട്ടും പ്രൂവ് ചെയ്യണം. അതായത് നെസസറി പാർട്ടും സഫീഷ്യൻറ്റ് പാർട്ടും പ്രൂവ് ചെയ്യണം. സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്യുന്നു ലെറ്റ് ജി ക്യാൻ ബി ഡീകമ്പോസ്ഡ് ഇൻ ടു സർക്യൂട്ട്സ്. നമ്മുടെ ഗ്രാഫിനെ നമുക്ക് എന്തായിട്ട് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമെന്ന്? സർക്യൂട്ട്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാം. ദാറ്റ് ഈസ് ജി ഇസ് ദ യൂണിയൻ ഓഫ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സർക്യൂട്ട്സ് ആണല്ലോ. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ് ആണ്. അപ്പോൾ സർക്യൂട്ട്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ജി എന്ന് പറയുന്നത് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സർക്യൂട്ടുകളുടെ യൂണിയൻ ആയിരിക്കും. കൺസിഡർ ദിസ് ഗ്രാഫ്. ദിസ് എ കണക്റ്റഡ് ഗ്രാഫ്. ഈ കണക്റ്റഡ് ഗ്രാഫിനെ നമുക്ക് 2 സർക്യൂട്ടാക്കി ഡീകമ്പോസ് ചെയ്യാം. ഇങ്ങനെ 2 സർക്യൂട്ടാക്കി ഡീകമ്പോസ് ചെയ്യാമല്ലോ. ഈ 2 സർക്യൂട്ടുകളുടെയും യൂണിയൻ എടുക്കുമ്പോൾ നമ്മുടെ ഗ്രാഫ് ജി കിട്ടും. ഇത് രണ്ടും എഡ്ജ് ഡിസ്ജോയിൻറ്റ് സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടുകളിൽ കോമൺ ആയിട്ട് എഡ്ജസ് ഒന്നുമില്ല. അപ്പം ദീസ് 2 സർക്യൂട്ട്സ് ആർ എഡ്ജ് ഡിസ്ജോയിൻറ്റ് ആൻഡ് യൂണിയൻ ഓഫ് ദീസ് 2 എഡ്ജ് ഡിസ്ജോയിൻറ്റ് സർക്യൂട്ട് ആർ ദ ഗിവൺ കണക്റ്റഡ് ഗ്രാഫ് ജി. ഇനി ഒരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി എന്തായിരിക്കും? 2 ആയിരിക്കും. ഈ വെർട്ടെക്സുകളുടെ എല്ലാം ഡിഗ്രി 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് കമ്പൈൻ ചെയ്യുമ്പോഴും ഇതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഗ്രാഫിൻ്റെയും എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഓക്കെ, സിൻസ് ദ ഡിഗ്രി ഓഫ് എവറി വെർട്ടെക്സ് ഇൻ എ സർക്യൂട്ട് ഈസ് 2, ദ ഡിഗ്രി ഓഫ് എവറി വെർട്ടെക്സ് ഇൻ എ ഗ്രാഫ് ഈസ് ഈവൻ. ഓക്കെ, ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി ഈവൻ ആണെങ്കിൽ ദാറ്റ് ഗ്രാഫ് ഈസ് ആൻ ഓയിലർ ഗ്രാഫ്. സിൻസ് ദ ഡിഗ്രി ഓഫ് എവറി വെർട്ടെക്സ് ഇൻ ദിസ് ഗ്രാഫ് ഈസ് ഈവൻ, by theorem 2.1 the given graph is a Euler graph. അപ്പോൾ ഓയിലർ ഗ്രാഫ് എന്ന് പ്രൂവ് ചെയ്യാൻ പ്രൂഫ് സിമ്പിളാണ്. എന്താണ്? ജി എന്ന് പറയുന്നത് ഡീകമ്പോസ്ഡ് ഇൻ ടു സർക്യൂട്ടാക്കി ഡീകമ്പോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ജി ഇസ് ദ യൂണിയൻ ഓഫ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സർക്യൂട്ട് ആയിരിക്കും. സർക്യൂട്ടിലെ ഓരോ വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഈവൻ 2 ആണ്. സോ ദ ഡിഗ്രി ഓഫ് എവറി വെർട്ടെക്സ് ഇൻ എ ഗ്രാഫ് ഈസ് ഈവൻ. സിൻസ് ഓൾ ദ vertex have even degree, the given graph is an Euler graph. ഓക്കെ, നമ്മളൊരു പാർട്ട് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് പാർട്ട് എന്താണ്? ജി ഓയിലർ ഗ്രാഫ് ആണെങ്കിൽ ജിയെ നമുക്ക് ഡീകമ്പോസ്ഡ് ഇൻ ടു സർക്യൂട്ട്സ് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫോർ ദാറ്റ് ലെറ്റ് ജി ബി ആൻ ഓയിലർ ഗ്രാഫ്. ജി എന്താണ്? നമ്മൾ ഓയിലർ ഗ്രാഫായിട്ട് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇതാണ് നമ്മുടെ ഒരു ഗ്രാഫ്. ഓക്കെ, ഇത് V1, V2, V3, V4, V5, V6, V7, V8. ഓക്കെ, ലെറ്റ് ജി ബി ആൻ ഓയിലർ ഗ്രാഫ്. ഓയിലർ ഗ്രാഫ് ആവണമെങ്കിൽ എല്ലാ വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഈവൻ വന്ന് 2, 2, 2, 4, 2,
4 2 അല്ല വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഈവൻ ആണ്. അപ്പം ഇതെന്താണ്, ഒരു ഓയിലർ ഗ്രാഫാണ്. നമുക്കിതിന് എന്താണെന്ന് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സർക്യൂട്ട് ആക്കിയിട്ട് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഓക്കെ, ലെറ്റ് V1 ബി എ വെർട്ടെക്സ് ഇൻ ദിസ് ഓയിലർ ഗ്രാഫ്. V1 എന്ന് പറയുന്നൊരു വെർട്ടെക്സ് എടുക്കുന്നു. ഈ V1 എന്ന് പറയുന്നൊരു വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ V1ൽ ഇൻസിഡൻ്റ് ആയിട്ടിരിക്കുന്ന എത്ര എഡ്ജസ് ഉണ്ട്, മിനിമം എത്ര എഡ്ജസ് ഇൻസിഡൻ്റ് ആയിരിക്കും? 2 എഡ്ജസ് എങ്കിലും ഇൻസിഡൻ്റ് ആയിരിക്കും. V2 ഇൻസിഡൻ്റ് ആണ്, V4ഉം ഇൻസിഡൻ്റ് ആണ്. ഓക്കെ, ഞാനിപ്പം V2 ഇൻസിഡൻ്റ് ആണെന്ന് എടുക്കും. അപ്പം V1ൽ V2 ഇൻസിഡൻ്റ് ആണ്. ഓക്കെ, ഇതുപോലെ V2 ഈവൻ ഡിഗ്രി, പിന്നെ വെർട്ടെക്സ് ഡിഗ്രി ഈവൻ ആണല്ലോ. അപ്പം V2ൽ ഇൻസിഡൻ്റ് ചെയ്യുന്ന അനദർ വെർട്ടെക്സ് കാണും. അപ്പം ആ വെർട്ടെക്സ് ഞാൻ V3 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ V3ൽ ഇൻസിഡൻ്റ് ചെയ്യുന്ന ആരുണ്ട്? V4 ഉണ്ട്, V5 ഉണ്ട്. ഞാൻ V4 എടുത്തു. അപ്പം ഞാൻ ഏതൊക്കെയാണ് എടുത്തത്? V1 V2 V3 V4 ഇൻസിഡൻ്റ് ചെയ്തു. V4 ഇൻസിഡൻ്റ് ചെയ്ത് ആരുണ്ട്? V1 ഉണ്ട്. ഓക്കെ, അപ്പം എന്ത് കിട്ടി? ഒരു സർക്യൂട്ട് കിട്ടി. V1 V2 V3 V4 V1 ഒരു സർക്യൂട്ട് കിട്ടി. ഞാൻ ഈ ഗ്രാഫിൽ നിന്നും ഈ സർക്യൂട്ടിങ് റിമൂവ് ചെയ്തു. അപ്പോൾ എന്താ, ഇങ്ങനൊരു സർക്യൂട്ട് കിട്ടി. V1 V2 V3 V4. ഓക്കെ, ഈ സർക്യൂട്ട് റിമൂവ് ചെയ്യുമ്പം നമുക്കൊരു ഗ്രാഫ് കിട്ടി. ഈ ഗ്രാഫിലെയും എല്ലാ വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഈവൻ ആയിരിക്കും. സോ ഇനി അടുത്ത ഞാനൊരു വെർട്ടെക്സ് എടുക്കുന്നു, V6 എടുക്കുന്നു. V6ൽ നിന്നും V6ൽ ഇൻസിഡൻ്റായി V3 ഉണ്ട്, V5 ഉണ്ട്. ഞാൻ V6ൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള V5 എടുക്കുന്നു. V5ൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള V3 എടുക്കുന്നു. V3ൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള V6 എടുക്കുന്നു. എഗെയിൻ നമുക്കൊരു സർക്യൂട്ട് കിട്ടിയല്ലോ. ഓക്കെ, അപ്പം ആ സർക്യൂട്ട് കിട്ടിയപ്പോൾ ഇങ്ങനൊരു സർക്യൂട്ട് കിട്ടി. അതും ആ ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്തു. ആ ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇനി എന്താണ് നമുക്കുള്ളത്? ഇനി ഞാൻ V8 എടുക്കുന്നു. V8ൽ നിന്നും V8ൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള V7 ഉണ്ട്. V7ൽ V5 ഇൻസിഡൻ്റ് ആയിട്ടുണ്ട്. V5ൽ V8. അപ്പം നമ്മുടെ ഓയിലർ ഗ്രാഫിനെ നമ്മൾ എന്ത് ചെയ്തു? 3 എഡ്ജ് ഡിസ്ജോയിൻറ്റ് സർക്യൂട്ടാക്കി ഡീകമ്പോസ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഓയിലർ ഗ്രാഫിനെ നമ്മൾ ഡീകമ്പോസ്ഡ് ഇൻറ്റു സർക്യൂട്ട്സ് ആക്കിയില്ലേ? ഇതിനകത്ത് ഇത് എഡ്ജ് ഡിസ്ജോയിൻ്റ് ആണ്. ഇവർ കോമൺ ആയിട്ട് എഡ്ജസ് ഒന്നുമില്ല. V1 V2 V3 V4 ഇതെന്ന് പറയുന്നത് V6 V5 V3, ഇത് V7 V8 V5. ഇതിനകത്ത് എഡ്ജസ് ഒന്നും കോമൺ ഇല്ലല്ലോ. അപ്പം ഇതെന്താണ്, നമ്മുടെ ഓയിലർ ഗ്രാഫിനെ നമുക്ക് ഡീകമ്പോസ്ഡ് ഇൻറ്റു സർക്യൂട്ട്സ് ആക്കാം. ഓക്കെ, അപ്പം ഈ വേയിൽ തന്നെയാണ് പ്രൂഫ് പോകുന്നത്. പ്രൂഫ് നമുക്ക് നോക്കാം. ലെറ്റ് G be an ഓയിലർ ഗ്രാഫ്. കൺസിഡർ എ വെർട്ടെക്സ് V1. നമ്മൾ നേരത്തെ വെർട്ടെക്സ് ദെയർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 2 എഡ്ജസ് ഇൻസിഡൻ്റ് ഓൺ V1. ഒരു വെർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ ആ വെർട്ടെക്സിൽ ഇൻസിഡൻ്റ് ആകുന്ന അറ്റ്ലീസ്റ്റ് 2 എഡ്ജസ് ഉണ്ടായിരിക്കും. ഓക്കെ, ലെറ്റ് വൺ ഓഫ് ഇറ്റ്സ് എഡ്ജസ് ബിറ്റ്വീൻ V1 ആൻഡ് V2. V1നും V2നും ബിറ്റ്വീനായിട്ടൊരു എഡ്ജ് ഉണ്ട്. സിൻസ് V2 ഈസ് ഓൾസോ ഓഫ് ഈവൻ ഡിഗ്രി, ഓയിലർ ഗ്രാഫ് ആണ്ട് എല്ലാ വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഈവൻ ആയിരിക്കും. V2 ഈസ് ഓൾസോ ഓഫ് ഈവൻ ഡിഗ്രി. ഇറ്റ് മസ്റ്റ് ഹാവ് അനദർ എഡ്ജ് ഇൻസിഡൻ്റ് ബിറ്റ്വീൻ ദ V2 ഈവൻ ഡിഗ്രി ആയതുകൊണ്ട് V2ൽ ഇൻസിഡൻ്റ് ആകുന്നൊരു V3 ഉണ്ടായിരിക്കും. ഓക്കെ, പ്രൊസീഡിങ് ഇൻ ദിസ് വേ വി ഇവൻച്വലി അറൈവ് അറ്റ് എ വെർട്ടെക്സ് ദാറ്റ് ഹാസ് പ്രീവിയസ്ലി ട്രാവേഴ്സ്ഡ് ദസ് ഫോമിങ് എ സർക്യൂട്ട്. നമ്മൾ V1ൽ നിന്ന് V2ൽ പോയി, V2ൽ നിന്ന് V3ൽ വന്ന്, V3ൽ നിന്ന് V4ൽ പോയി V1ലെത്തി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സർക്യൂട്ട് കിട്ടി. അപ്പോൾ എന്താണ്, കൺസിഡർ എ വെർട്ടെക്സ് V1. There are at least 2 edges incident on V1. Let one of the edges be between V1 and V2. Since V2 is also of even degree, it must have at least another edge, say between V2 and V3. Proceeding in this way, we eventually arrive at the vertex that has previously traversed, thus forming a circuit. Okay. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? let us remove that circuit gamma from G. ആ സർക്യൂട്ട് നമ്മൾ ആ ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്തു. ഓൾ ദ വെർട്ടിസസ് ഇൻ ദ റിമൈനിങ് ഗ്രാഫ് മസ്റ്റ് ഓൾസോ ബി ഈവൻ ഡിഗ്രി. ഓക്കെ, ആ ഗ്രാഫിലെ റിമൈനിങ് വെർട്ടക്സുകളുടെ എല്ലാം ഡിഗ്രി എന്തായിരിക്കും? ഈവൻ ഡിഗ്രി ആയിരിക്കും. ഫ്രം ദ റിമൈനിങ് ഗ്രാഫ് വി റിമൂവ് അനദർ സർക്യൂട്ട് ഇൻ എക്സാക്ട്ലി സെയിം വേ ആസ് വി റിമൂവ്ഡ് ഗാമ ഫ്രം ജി. നമ്മൾ നേരത്തെ ഗാമ എങ്ങനെയാണ് റിമൂവ് ചെയ്തത്? ഒരു വെർട്ടെക്സ് എടുക്കുന്നു, ആ വെർട്ടെക്സിൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള അനദർ എഡ്ജസ് കാണും, ആ എഡ്ജസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെർട്ടെക്സ് കണക്ട് ചെയ്ത് ഒരു സർക്യൂട്ട് ഫോം ചെയ്യുന്നു. അപ്പം അനദർ ഗാമ. കണ്ടിന്യൂ ദ പ്രോസസ് അണ്ടിൽ നോ എഡ്ജസ് ആർ
ലെഫ്റ്റ് ഇൻ ദ ഗിവൺ ഓയിലർ ഗ്രാഫ്. നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്? നമ്മൾ എവിടെ വരെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു? നമ്മുടെ ഗ്രാഫ് ഇതായിരുന്നു. ഈ ഗ്രാഫിൽ ഒരു എഡ്ജും റിമെയിൻ ചെയ്യാത്തിടത്ത് വരെ നമ്മൾ എന്ത് ചെയ്തു? ഡീകമ്പോസിഷൻ സർക്യൂട്ടുകൾ ഫോം ചെയ്ത് റിമൂവ് ചെയ്തു. ഓക്കെ, ദെൻ വി ഗെറ്റ് എ കളക്ഷൻ ഓഫ് edge disjoint circuits. Then we get a collection of edge disjoint circuits. Thus, the given graph can be decomposed into circuit. Okay. Proof simple ആണ്. നമ്മൾ എന്ത് ചെയ്തു? Let G be an Euler graph. Consider a vertex V1. There are at least 2 edges incident on V1. Let one of the edges be between V1 and V2. Since the vertex V2 is also even degree, it must have at least another edge, say between V2 and V3. Proceeding in this way, we get a circuit gamma. Remove gamma from G. Then all the remaining vertices in the graph also of even degree. Continue this process. We get a collection of edge disjoint circuits. Thus, the given graph can be decomposed into circuits. So, if the given connected graph is Eulerian, then it can be decomposed into circuits. If part only if part prove ചെയ്തു. Okay. സിമ്പിൾ തിയറമാണ്. നിങ്ങൾ എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക. ആ എക്സാമ്പിൾ എങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തോ അതുപോലെ പ്രൂഫും കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, താങ്ക്സ്.